പരിസ്ഥിതി പ്രശ്നവും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ പൈതൃകവും ഉയർത്തിയാണ് വിമാനത്താവള വിരുദ്ധ സമരം ശക്തിപ്പെട്ടത്. ഇതിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചതാവട്ടെ സംഘപരിവാർ സംഘടനകളും. സമരത്തിന് ഇടതുപക്ഷത്തിന്റെ അടക്കം പിന്തുണയുണ്ടെങ്കിലും കൈവരിച്ച ജനകീയ മുഖം വോട്ടാക്കി മാറ്റുകയാണ് BJP ശ്രമം. ഇതിനായി സുഗതകുമാരിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാൻ ദേശീയ സമിതി അംഗവും മുൻ കാഞ്ഞിരപ്പള്ളി MLA കൂടിയായ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരാണ് സജീവമായി പാർട്ടി പരിഗണിക്കുന്നത്. എന്നാൽ കണ്ണന്താനത്തിന്റെ പേര് RSS നേതൃത്വത്തിന് തൃപ്തിപ്പെട്ടിട്ടില്ല. വിമാനത്താവള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകുന്ന ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി രക്ഷാധികാരിയും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാവുമായ കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കണമെന്നും RSSും BJPയിലും അഭിപ്രായമുണ്ട്. ഇതിനായി ഒരു വിഭാഗം ശക്തമായി ചരടുവലി ആരംഭിച്ചിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അഖിലേന്ത്യാ തലത്തിൽ BJPക്ക് ഉണ്ടായ വളർച്ചയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പും ആ രീതിയിൽ പത്തനംതിട്ടയിലൊരു മുന്നേറ്റം BJP ഇപ്രാവശ്യം ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച സംസ്ഥാന സെക്രട്ടറി രാധാകൃഷ്ണ മേനോന്റെ പേരും സംസ്ഥാനത്തിനയച്ച പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. LDF, UDF സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുമായാൽ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരാകും പാർട്ടി കൂടുതൽ പരിഗണിക്കുക. സുഗതകുമാരിയല്ലാത്ത മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും BJP ജില്ലാ നേതൃത്വം ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. മീഡിയ 1 പത്തനംതിട്ട.